അതായത് പിന്നെ ഷെഫീനന്റെ കൂടെ ആദ്യം ഇവിടെ റൂം ഷെയർ ചെയ്യാൻ ഇവിടെ ആരെയും ഇരുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഇവിടെ വന്നിട്ട് ഇസ്ലാമിസ്റ്റുകൾ ആദ്യം വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ രാജിയും അല്ലെങ്കിൽ അജനൊക്കെ അവരൊക്കെ ഒരുപാട് തന്തയ്ക്കും എന്തൊക്കെ പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ ആ രീതിയിലൊക്കെ അവരെ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയും ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഒരു പേരും അല്ലെങ്കിൽ അഡ്രസ്സൊക്കെ മാറ്റിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് തെറി വിളിക്കുക എന്നുള്ളതാണ് ഒരു അതായത് ഒരു മുൻവിധിയോട് കൂടി കൊണ്ട് വന്നിട്ട് എന്താ പറയുന്നൊന്നും കേൾക്കണ്ട. ഈ റൂം അതിന്റെ റൂമാണ്, വന്ന് തെറി വിളിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഷെഫീനെ ഇനി അങ്ങോട്ട് ഒരു സ്ത്രീനെ മോശമാക്കി സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളെയും പോലെ എന്താ പറയാ മിണ്ടാണ്ടിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ ഇരുവാദം പറയാം. എന്താ അടിസ്ഥാനത്തിലാണ് അടലിനോടാ ചോദിക്കാൻ ആരാണ് സുഹൃത്തെ താനത് ആരാണ് ഒരു സുഹൃത്തെ ഇവിടെ മിനിറ്റ് ഒരു മിനിറ്റ് പറയട്ടെ ഒന്ന് പറഞ്ഞോട്ടെ മിണ്ടായി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു എന്താ തുടങ്ങിയതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ വന്നത്. അല്ല ഞാൻ പറഞ്ഞോട്ടെ അതല്ല താങ്കൾ പറഞ്ഞല്ല ഇരുവാദം പറയട്ടെ. വന്നത് ഇരവാദം ഇവിടെ ആരാണ് ഈ റൂം ഉന്നയിക്കുന്നത്? അല്ല താങ്കൾ പറഞ്ഞു ഇരുവാദം ഇപ്പൊ താങ്കളാ അല്ല പറഞ്ഞത്. മിസ്റ്റർ ആദിൽ, ഇപ്പൊ മിസ്റ്റർ ഉദാഹരണം ആദിൽ, ഒരാൾ മിസ്റ്റർ വന്നിട്ട് ആദിൽ, ചോദിക്കുന്നത് ആരാണ് ഇതിന് ഒരു സമയം മിനിറ്റ് മൂട്ടി. ഇതിന് താങ്കളാണ് അടുത്ത എന്താണ് അവസരം, താങ്കൾക്കാണ് അടുത്ത അവസരം. ചോദിച്ചത്? അല്ല മിസ്റ്റർ, താങ്കൾക്കാണ് അടുത്ത അവസരം. താങ്കൾക്ക് ആവശ്യം പോലെ സമയം തരുന്നതാണ്. അദ്ദേഹം ഒരു കാലിക പ്രസക്തമായൊരു അപ്പൊ എന്താ പറയാനുള്ളത് എനിക്കാണെങ്കിൽ വെറുതെ ഒന്നും ആരും തെറിയൊന്നും വിളിച്ച് ഇവിടെ അങ്ങനെ തെറി വിളിക്കുന്ന റൂമൊന്നല്ല എന്നുള്ളത് കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. എല്ലാ ആൾക്കാരും ഈ റൂമിൽ കയറി ഇറങ്ങാറുണ്ട്. എത്ര എന്താ പറയുക മാന്യതയോട് കൂടി ഇവിടെ സംസാരിക്കാറുണ്ട് ആൾക്കാർ. എല്ലാവരും തെറി വിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വളരെ നല്ല എന്താ പറയുക ആരോഗ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇവരിത് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കാനായിട്ട് കുറെ ആൾക്കാർ വരുമ്പോൾ അവരെയൊക്കെ എന്താ പറയുക താലം വെച്ച് സ്വീകരിക്കണം ഷെഫീനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. അവൾ അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ശരിക്കും ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അത്ര തന്നെയുള്ള അതിന്റെ കാര്യത്തിൽ. അതിനൊക്കെ ഞങ്ങളൊക്കെ അതിന്റെ കൂടുതൽ തന്നെയാണ്, യാതൊരു തർക്കമില്ലാത്ത കാര്യം. അപ്പോൾ ഇവർ ഈ രാജ്യം അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആണത്തില്ലാത്ത രീതിയിൽ മറ്റെന്താ പറയുക അവിടെ അവർ ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരെ ഇതേമാതിരി എന്താ പറയുക അങ്ങനെയാണോ തൻ്റെ ആൾക്കാർ ചെയ്യല്? ഒരാണാണെങ്കിൽ അങ്ങനെയാണ് പ്രതികാരം ചെയ്യല്. ആശയപരമായിട്ട് നേരിടുക അല്ലെങ്കിൽ എന്താ പറയുക ഏത് രീതിയിലാണ് അതിനനുസരിച്ചുള്ള എന്താ പറയുക ഒരു ടോപ്പിൽ ചർച്ച ചെയ്തിട്ട് അതല്ല വേണ്ടത്. ഇത് വന്നിട്ട് കുറച്ച് ആളൊക്കെ എന്താക്കി വീനിയില്ലാത്ത തെറികളൊക്കെ പറഞ്ഞിട്ട് അവള് നിങ്ങളൊക്കെ അങ്ങനെ കൈയും എന്താ പറയുക താലം വെച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായടോ? ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാരില്ലേ? അത്രമാത്രമേ പറയാൻ പറ്റും. ഓക്കെ.